നമസ്കാരം. ഭാരതത്തിന്റെ നയതന്ത്ര ചരിത്രത്തിലെ അതിപ്രധാനമായ ഒരു അധ്യായമാണ് ഇപ്പോൾ ഇസ്രായേലിൽ എഴുതപ്പെടുന്നത്. എന്നാൽ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, നമ്മുടെ ദേശീയ മാധ്യമങ്ങളും പ്രാദേശിക പത്രങ്ങളും അർഹിക്കുന്ന ഗൗരവത്തോടെ ഈ വാർത്തയെ കൈകാര്യം ചെയ്തിട്ടില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇസ്രായേൽ സന്ദർശനത്തിന്റെ വിശദാംശങ്ങളും അതിന്റെ ആഴവും പരിശോധിക്കുമ്പോൾ ഒരു ലോക നേതാവിനും ഇന്നേ വരെ ലഭിക്കാത്ത അത്യപൂർവമായ വരവേൽപ്പാണ് അദ്ദേഹത്തിന് അവിടെ ലഭിച്ചതെന്ന് കാണാം. ഇസ്രായേൽ സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന ചരിത്രം നേരത്തെ തന്നെ തിരുത്തിയ നരേന്ദ്രമോദിയുടെ രണ്ടാമത്തെ സന്ദർശനമാണിത്. ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ ചാരശൃംഖലയായ മൊസാദും ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ അതിനൂതനമായ സംവിധാനങ്ങളുമുള്ള ഇസ്രായേൽ ഇന്ത്യയുടെ എക്കാലത്തെയും വിശ്വസ്ത സുഹൃത്താണ്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇന്ത്യയെ സഹായിക്കാൻ മടിക്കാത്ത ഇസ്രായേലിലേക്ക് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി എത്തുമ്പോൾ അത് ആഗോളതലത്തിൽ തന്നെ വലിയ പ്രാധാന്യമുള്ളതാണ്. സന്ദർശനത്തിനു മുൻപ് നരേന്ദ്രമോദിയെയും ഈ യാത്രയെയും അധിക്ഷേപിക്കാൻ ചില കേന്ദ്രങ്ങൾ ശ്രമിച്ചിരുന്നു. എപ്സ്റ്റീൻ ഫയലുകൾ പുറത്തുവരാതിരിക്കാൻ ബെന്യാമിൻ നെതന്യാഹുവിനെ പ്രീണിപ്പിക്കാനാണ് മോഡി പോകുന്നതെന്ന തരത്തിലുള്ള മോശം പ്രചാരണങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ കണ്ടത്. എന്നാൽ അവിടെ ചെന്നപ്പോൾ മോഡിക്ക് ലഭിച്ച സ്വീകരണം കണ്ട് ഈ കുപ്രചാരകരുടെ എല്ലാം വായടഞ്ഞു എന്നതാണ് വാസ്തവം. ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് പോലും നൽകാത്ത വലിയൊരു ആദരമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു മോഡിക്ക് നൽകിയത്. പ്രോട്ടോകോളുകൾ മാറ്റിവെച്ച് തന്റെ പ്രിയ സുഹൃത്തിനെ സ്വീകരിക്കാൻ നെതന്യാഹുവും ഭാര്യയും നേരിട്ടെത്തി. നെതന്യാഹുവിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: പല രാഷ്ട്ര തലവന്മാരും ഇവിടെ വരാറുണ്ട്, അവരെയൊന്നും തരംതിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ നരേന്ദ്ര, താങ്കൾ എൻ്റെ സുഹൃത്താണ്. താങ്കളുടെ ഈ വരവ് ഈ രാജ്യത്തിന് നൽകുന്ന ആത്മവിശ്വാസവും ജനങ്ങൾക്ക് നൽകുന്ന പ്രതീക്ഷയും ചെറുതല്ല. ഇസ്രായേൽ പാർലമെന്റായ കനസറ്റിൽ പ്രസംഗിക്കാൻ അവസരം ലഭിക്കുന്ന അപൂർവ നേതാക്കളിൽ ഒരാളായി മോഡി മാറി. നെതന്യാഹുവിനോടുള്ള എതിർപ്പ് കാരണം പാർലമെന്റ് ബഹിഷ്കരിച്ചിരിക്കുന്ന പ്രതിപക്ഷ നേതാക്കൾ പോലും നരേന്ദ്രമോദിയെ കാണാനും അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാനുമായി പാർലമെന്റിലെത്തി. ഇസ്രായേലിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ സ്പീക്കർ ഓഫ് ദി കനസറ്റ് മെഡൽ ലഭിക്കുന്ന ആദ്യ ലോക നേതാവായി നരേന്ദ്രമോദി മാറി. പാർലമെന്റിൽ മോദി പ്രസംഗിച്ചപ്പോൾ ഓരോ വരികൾക്കുമിടയിൽ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചാണ് ഇസ്രായേൽ എംപിമാർ അദ്ദേഹത്തെ ആദരിച്ചത്. മോദി തന്റെ പ്രസംഗത്തിൽ ഇംഗ്ലീഷിൽ നടത്തിയ വൈകാരികമായ പരാമർശങ്ങൾ ശ്രദ്ധേയമായിരുന്നു. ഒക്ടോബർ 7 ഭീകരാക്രമണത്തെക്കുറിച്ചും ഇസ്രായേൽ ജനതയുടെ വേദനയെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു. ഒക്ടോബർ 7 ആ ക്രൂരമായ ആക്രമണത്തിൽ തകർന്ന ഓരോ കുടുംബത്തിന്റെയും വേദനയിൽ ഞങ്ങൾ പങ്കുചേരുന്നു. ഇന്ത്യ നിങ്ങളോടൊപ്പം നിൽക്കുന്നു. ഭീകരവാദത്തെ ഒന്നിനും ന്യായീകരിക്കാനാവില്ല. പ്രസംഗത്തിന് ശേഷം പാർലമെന്റിൽ എംപിമാർക്കിടയിലൂടെ നടന്ന് അവരോടൊപ്പം സെൽഫി എടുത്തും കുശലം പറഞ്ഞും മോദി ജനകീയ മുഖം ഒരിക്കൽ കൂടി വെളിവാക്കി. അവിടെ ഉണ്ടായിരുന്ന കുട്ടികളും പ്രവാസികളായ മലയാളി കുട്ടികളും കൈകൊട്ടിക്കളികളുമായി മോഡിയെ സ്വീകരിച്ചു. നമ്മുടെ പത്രങ്ങളിൽ ഈ വാർത്ത വേണ്ടത്ര വന്നില്ലെങ്കിലും ഇസ്രായേലിലെ പ്രധാന പത്രമായ ജെറുസലേം ടൈംസ് നമസ്തേ എന്ന് ഹിന്ദിയിൽ അച്ചടിച്ചാണ് മോഡിയെ വരവേറ്റത്. അവിടുത്തെ മാധ്യമങ്ങളുടെ പ്രധാന ചർച്ചാ വിഷയം ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനമായിരുന്നു. നരേന്ദ്രമോദി ഇസ്രായേലിലേക്ക് പോയത് ആരുടെയും കാലു പിടിക്കാനല്ല, മറിച്ച് ഇന്ത്യ എന്ന വൻ ശക്തിയുടെ തലപ്പൊക്കം ലോകത്തിനു മുന്നിൽ കാണിക്കാനാണ്. ഈ സന്ദർശനത്തിലൂടെ ആദരിക്കപ്പെട്ടത് നരേന്ദ്രമോദി എന്ന വ്യക്തി മാത്രമല്ല, മറിച്ച് ഭാരതം എന്ന മഹാരാജ്യത്തിന്റെ പാരമ്പര്യവും കരുത്തുമാണ്.